ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉഷാ ജനോമി അല്ലുവർ ഡീലക്സിൻ്റെ മെഷീനിലുള്ള ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏതൊക്കെ സ്റ്റിച്ചസ് ആണ് ഇതിലുള്ളത് എന്നുള്ളത് കാണിക്കാനാണ്. മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏത് സ്റ്റിച്ചാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് സ്റ്റിച്ചാണ് ഈ ഒരു മെഷീനിലുള്ളത്. സാധാരണയായി നമ്മൾ എല്ലാ ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്, റണ്ണിങ് സ്റ്റിച്ചാണിത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. സെക്കൻഡായിട്ട് നമുക്ക് ഈ ഒരു മെഷീനിലുള്ള ബി സ്റ്റിച്ചാണ് നോക്കാനുള്ളത്. ഈ ഒരു ബി സ്റ്റിച്ചും നമുക്കൊരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ എഫക്റ്റിലാണ് വരുന്നത്. ബി സ്റ്റിച്ചിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഇത് കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സ്റ്റിച്ചിങ്ങിൽ കാണുമ്പോൾ വലിയ വ്യത്യാസമില്ല, പക്ഷേ നീഡിൽ ഒരു ഇടത്തെ സൈഡിലേക്കായിട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് സി സ്റ്റിച്ച് നോക്കാം. ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയാണ് സ്റ്റിച്ച് വരുന്നത്. ഈ മെഷീനിൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണിത്. മാത്രവുമല്ല, സിഗ്സാഗ് സ്റ്റിച്ച് എന്നാണ് ഈ ഒരു സ്റ്റിച്ചിനെ പറയുന്നത്. ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള സ്കേലപ്പ് ഒക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ടാണ്, ഇതിന് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്, അങ്ങനെ ഈ ഒരു സ്റ്റിച്ചിലിട്ടുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അതുപോലെ ഓവർലോക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റോൾഡ് ഹെമ്മിങ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഇട്ടാണ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മെഷീനിലുള്ള ഡി സ്റ്റിച്ചാണ് നോക്കാനുള്ളത്. ഏത് സ്റ്റിച്ചാണെന്ന് മനസ്സിലാക്കാനാണ് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഈ സ്റ്റിച്ചുകളൊക്കെ നമുക്ക് 1ലും 2ലും 3ലും അങ്ങനെ എല്ലാ അളവുകളിലും ഇട്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. പ്ലെയിൻ ആയിട്ടൊക്കെയുള്ള ചുരിദാറുകളിലൊക്കെ നമുക്ക് ഈ സ്റ്റിച്ചസ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു എംബ്രോയ്ഡറി എഫക്റ്റ് കൊടുക്കാനും സാധിക്കും. ഇത്തരത്തിലുള്ള വെറൈറ്റി സ്റ്റിച്ചസ് ഒക്കെ ഈ ഒരു മെഷീനിൽ അവൈലബിൾ ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാനും സാധിക്കും. ഇനി നമുക്ക് എഫ് സ്റ്റിച്ചാണ് നോക്കാനുള്ളത്. ഈ സ്റ്റിച്ചസ് ഒക്കെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെയാണ് കിട്ടുന്നത്. ബിഗിന്നേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ബിഗിനർ ലെവൽ ക്ലാസ്സും ട്യൂട്ടോറിയൽസൊക്കെ ഇടാവുന്നതാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ജി സ്റ്റിച്ചാണ് നോക്കാനുള്ളത്. ഇതിലുള്ള എല്ലാ സ്റ്റിച്ചസും ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഐഡിയാസിനും അതുപോലെ ലോജിക്കിനും അനുസരിച്ച് പല രീതിയിലും നമുക്കിത് ചെയ്തെടുക്കാനും സാധിക്കും. ഉഷാ ജനോമി അല്ലുവർ ഡീലക്സിൻ്റെ ഈ ഒരു മെഷീൻ കയ്യിലുള്ളവരാണ് നിങ്ങളെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ ഒരു സ്റ്റിച്ചസ് ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക. കാരണം ഇത്രയും നല്ലൊരു മെഷീന് കയ്യിലുണ്ടായിട്ടും പല ആളുകളും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയിൽ വരുന്ന ഈ ഒരു റെഡ് കളറിലുള്ള രീതിയിലുള്ള സ്റ്റിച്ചസ് ആണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് നമ്മൾ SS സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. SS ഡിസൈനും നോർമൽ ഡിസൈനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ SS Aയിലാണ് സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. ലെങ്ത് എന്നുള്ള ഭാഗത്ത് SS എന്ന് സെലക്ട് അവിടെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ സെലക്ടർ നമ്മൾ Aയിലുമാണ് കൊടുക്കേണ്ടത്. ഇനി വല്ല സംശയവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലായിട്ട് ചോദിക്കാവുന്നതാണ്. SS നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന Aയുടെ റണ്ണിങ് സ്റ്റിച്ച് വളരെ വ്യത്യാസമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് വേണമെങ്കിൽ ഒരു എംബ്രോയ്ഡറി ഡിസൈനായിട്ട് കയ്യിനും അതുപോലെ തന്നെ ഒരു ടോപ്പിൻ്റെ കുർത്തിയുടെയൊക്കെ ബോട്ടം ഭാഗത്തുമൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള സ്റ്റിച്ചസ് ആണ്. ഇനി വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഈ ഒരു SS സ്റ്റിച്ചുകളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്തു കൊടുക്കേണ്ടത്. കുറച്ച് സമയമെടുത്ത് അത്യാവശ്യം നൂലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചസ് എല്ലാം വരുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ബി സ്റ്റിച്ചാണ്, SS ബി സ്റ്റിച്ചാണ്. കണ്ടില്ലേ, നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ കയ്യിനൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ പോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി SS സി സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. സിഗ്സാഗിൻ്റെ ഒന്നും കൂടെ നല്ല ഭംഗിയുള്ള ഒരു വേർഷൻ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. നെക്ക് ഡിസൈൻ ചെയ്യാനും അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തും ബോട്ടം ഭാഗത്തും പാൻസിൻ്റെ താഴ്ഭാഗത്തും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള നല്ല ഡിസൈൻസുകൾ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. കാര്യമായിട്ടും നമ്മൾ ഈ പ്രിൻ്റഡ് അല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അതിനായിട്ട് ഫാബ്രിക്കിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി എടുത്തു കാണിക്കുന്നത്. ഇനി നമുക്ക് SS ഡി സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഡി സ്റ്റിച്ചും വളരെ വ്യത്യാസമായിട്ട് തന്നെയാണ് നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്.
നമുക്ക് എസ് എസിലുള്ള ഈ സ്റ്റിച്ചാണ് നോക്കാനുള്ളത്. ഇനി നമുക്ക് എസ് എസിലുള്ള എഫ് സ്റ്റിച്ചാണ് നോക്കാനുള്ളത്. ഇതും നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി എഫക്റ്റ് വരുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ്. ഇനി നമുക്ക് എസ് എസിലുള്ള ജി സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ചസിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റ് ആണ് എസ് എസിലുള്ള സ്റ്റിച്ച്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല.